ഏകദേശം 1 മീറ്റർ മുതൽ നമുക്ക് 2 മീറ്റർ നീളത്തിനടുത്ത് തന്നെ നമുക്ക് ഈ ഒരു സ്റ്റിക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഞാനിങ്ങനെയാണ് ഈ ഒരു സോളാർ പാനലുകൾ ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന സോളാർ പാനലിൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല ചൂടുള്ള സമയം, അതുപോലെ തന്നെ പൊടിയൊക്കെ കൂടുതലുള്ള സമയം, നമ്മുടെ ഈ റോഡിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നതുകൊണ്ടും അതുപോലെ തന്നെ അന്തരീക്ഷത്തിൽ പൊടി കൂടുതലായതുകൊണ്ടും നമ്മുടെ സോളാർ പാനലിൻ്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും പൊടി നിറഞ്ഞിരിക്കും. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു മാസമൊക്കെ ഇരിക്കുമ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇടയ്ക്ക് മഴ പെയ്യുമ്പം ഈ പൊടി ഏകദേശം പോവും, എന്നാലും കംപ്ലീറ്റ് ആയിട്ടുള്ള ക്ലീനിങ് ഒന്നും വരത്തില്ല. അപ്പോൾ നമ്മുടെയൊക്കെ സൈറ്റിൽ നമ്മൾ പോയി ചെക്ക് ചെയ്യുന്ന സമയത്തെ ഈ സോളാർ പാനൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന സൈറ്റുകളിലൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മാസത്തിൽ ഒരു തവണ വെള്ളം ഒഴിച്ചൊന്ന് ജസ്റ്റ് കുതിർത്തിട്ട് ഒരു മോപ്പ് അല്പം നമ്മൾ ഹാൻഡ് വാഷോ എന്തെങ്കിലും അതിനകത്തൊന്ന് കലർത്തിയിട്ട് നമ്മളിതൊന്ന് ക്ലീൻ ചെയ്യുകയെന്നുണ്ടെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് നമ്മുടെ സോളാർ പാനലൊക്കെ കാണാനായിട്ട് സാധിക്കും, പ്രൊഡക്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങളുടെ സോളാർ പാനലൊക്കെ നിങ്ങൾ ക്ലീൻ ചെയ്യുന്നത് ഏത് തരം മോപ്പ് ഇട്ടിട്ടാണ്? അതായത് ഇപ്പം നമുക്ക് ഏകദേശം 2 മീറ്റർ 30 സെൻറ്റിയാണ് നമ്മുടെ ഈ സോളാർ പാനലിലെ നീളം വരുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മോപ്പ് സെറ്റ് ചെയ്ത് ഇത് കണ്ടോ, നിങ്ങൾ കണ്ടോ, ഇത് കണ്ടോ, ആ 2 മീറ്റർ 30 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ഇത് കണ്ടോ, ഇത്രയും ഇങ്ങനെ നമുക്ക് ഇരുന്നിട്ട് കണ്ടേ ഇത് ക്ലീൻ ചെയ്യാം. ഇത് കണ്ടോ, കണ്ടോ, ഇത് നമുക്ക് ഈ ഒരു പൈപ്പ്, അതായത് ഈ ഒരു പൈപ്പ് താണ്ടെ ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്കിതിങ്ങനെ നീളം കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യാം. ഏകദേശം 1 മീറ്റർ മുതൽ നമുക്ക് 2 മീറ്റർ നീളത്തിനടുത്ത് തന്നെ നമുക്ക് ഈ ഒരു സ്റ്റിക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഞാനിങ്ങനെയാണ് ഈ ഒരു സോളാർ പാനലുകൾ ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത്. കേട്ടോ, ഇച്ചിരി ഹാൻഡ് വാഷും നമ്മൾ ഇതും കൂടി ഇട്ടിട്ട് ഈ ഒരു മോപ്പ് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ക്ലീൻ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് അഴുക്കുകൾ കംപ്ലീറ്റ് പോവും. കണ്ടോ, ഇതുപോലെ നമ്മൾ ക്ലീൻ ചെയ്ത പാനൽസാണ് ഇതീ കാണുന്നത്. നമ്മളിനി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ക്ലീൻ ആവും. അപ്പോൾ നമ്മൾ അടുത്ത പാനലിലേക്ക് ഇങ്ങനെ മാറ്റുകയാണ്. നമുക്ക് കുറച്ച് വെള്ളം കൂടെ എടുത്തിട്ട് വേണ്ട, ഒരു ബക്കറ്റ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കണ്ടോ, കണ്ടോ, കുറച്ച് വെള്ളം മതി. നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പാനൽ മൊത്തം ക്ലീനായിട്ട് വരും. കണ്ടോ, വൃത്തിയായത് കണ്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ പാനൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. അപ്പോൾ ഇതുപോലെ ഒരു മോപ്പ് എല്ലാവരും സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതെവിടെ നിന്നാണ് വാങ്ങിക്കുന്നതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. നല്ലോണം കൊഴുത്ത് പൊടിയൊക്കെ കൊഴുത്തതിന് ശേഷം ഒരു ശകലം ലിക്വിഡ് നമ്മൾ എടുത്തിട്ട് ഇതുപോലെ നമ്മുടെ മോപ്പിനകത്തൊന്ന് സെറ്റ് ചെയ്യുക. ഇച്ചിരി കുറച്ച് ഒരു ശകലം ലിക്വിഡൊന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ വെച്ച് വെള്ളം കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ ഉണ്ടോ ഇതുപോലെ പറയും. ചില ഹാൻഡ് വാഷോ ഒരുപാട് ഡേഞ്ചറസ് ആയിട്ടുള്ള ലിക്വിഡൊന്നും ഉപയോഗിക്കേണ്ട, വേണ്ട. അപ്പോൾ നമുക്ക് ഒരു സൈഡിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പാനൽസ് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. ഉണ്ടോ, പാനൽ ക്ലീൻ ചെയ്യുന്നതിൻ്റെ രീതി ഇങ്ങനെയാണ്. നിങ്ങൾക്കൊക്കെ ഇത് മനസ്സിലായല്ലോ. അത് വേണ്ടോ, ക്ലീൻ അയക്കുന്നുണ്ടോ. ഈ ഒരു സ്റ്റിക്ക് നമുക്ക് നോക്കുകയോ അതായത് നിവർത്തി ഫുള്ളായിട്ട് എടുക്കുകയും ചെയ്യാം. ഒരു സൈഡിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യുകയും ചെയ്യാം. പാനലെല്ലാം നല്ല ക്ലീൻ ആവും. സ്റ്റിക്കിന് നീളമുണ്ട്. അങ്ങനെയുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് അതുപോലെ തന്നെ ഇങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്യാം. ഇത് കണ്ടോ, ഇങ്ങനെ നമുക്ക് ഇങ്ങോട്ടൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കാനായിട്ട് വെക്കും. ഇനി നമ്മൾ വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്താൽ മതി. ഓസുള്ളവർക്ക് ഓസിട്ട് അടിച്ച് ക്ലീൻ ചെയ്യാം. പ്രഷർ വാഷറൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നവർ വളരെ ശ്രദ്ധിച്ചിടും. കാരണം അധികം പ്രഷറൊക്കെ പോയിട്ട് പിന്നെ മണ്ടയ്ക്ക് അടിക്കാതെ, കാരണം ഗ്ലാസ്സൊക്കെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് ചെയ്ത് കണ്ടോ, ക്ലീൻ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് കണ്ടോ. ഈ ഒരു സ്റ്റിക്ക് നമ്മൾ ഇതുപോലെ ഒരെണ്ണം വാങ്ങിച്ചാൽ മതി. ഇത് തന്നെ എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്യും. കണ്ടോ, വെള്ളം ഒഴിച്ച് നമ്മൾ സോളാർ പാനൽ ക്ലീൻ ചെയ്യുക. അപ്പോൾ നല്ല പ്രൊഡക്ഷൻ കിട്ടും. നല്ല വെയിലുള്ള സമയമാണ്. മാക്സിമം പ്രൊഡക്ഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ സോളാർ പാനൽ ക്ലീൻ ചെയ്ത് കൊടുക്കുക. പാനലെല്ലാം ക്ലീൻ ആണ്.
അടിപൊളിയല്ലേ? കണ്ടോ, 1-2 ബക്കറ്റ് വെള്ളം മാത്രം മതി. ഈ മോപ്പ് ഇട്ടിട്ട് നല്ല സോപ്പ് ഇട്ട് നല്ല ക്ലീൻ ആയിട്ട് കണ്ടോ, എന്തഴുക്കുണ്ടെങ്കിലും അത് ക്ലീൻ ആയിട്ട് പോകും. എന്ത് പെർഫെക്റ്റ് ആയി നോക്കിക്കേ. അഴുക്കെല്ലാം പോയേ, നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ വെയിലങ്ങോട്ട് അടിക്കാമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം അങ്ങ് ഡ്രൈ ആവും, വെള്ളമെല്ലാം ഉണങ്ങുകയും ചെയ്യും, നല്ല പ്രൊഡക്ഷൻ കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ പാനിലെല്ലാം വൃത്തിയായിട്ട് ക്ലീനായിട്ട് ഇടയ്ക്ക് സൂക്ഷിക്കുക. മണ്ണും പൊടിയൊന്നും കയറിയുള്ള മോപ്പുകളൊന്നും ഇട്ട് ക്ലീൻ ചെയ്യാതിരിക്കുക, അതാണ് ബെറ്റർ. ആദ്യം നമ്മൾ വെള്ളം ഒഴിക്കുക, കുറച്ച് വെള്ളം ഒഴിക്കുക, 1-2 ട്രിപ്പായിട്ട് വെള്ളം ഒഴിക്കുക. മഗ് എടുത്തിട്ട് വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്തതിന് ശേഷം കുറച്ച് സോപ്പും ഇട്ടിട്ട് ആ മോപ്പിനകത്ത് കല്ലോ മറ്റു കാര്യങ്ങളൊന്നും കാണാൻ പാടില്ല കേട്ടോ, കാരണം അതിന് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ട് വൃത്തിയായത് കണ്ടോ. ഇതുപോലെ നിങ്ങൾ പാനലൊക്കെ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കുക. അപ്പോൾ ഈ മോപ്പ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു മോപ്പ് ഞാനിത് സെറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. അതായത് നമ്മുടെ കോട്ടനായിട്ടുള്ള ഒരു മോപ്പിൻ്റെ ഒരു ഭാഗം, അതായത് താഴ്ഭാഗം നമ്മുടെ ആ തുണിയും കാര്യങ്ങളും ഒക്കെ കോട്ടനാണ്, പ്യുവറായിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ആ ചെവിട് ഭാഗം വെച്ച് കട്ട് ചെയ്തിട്ട് ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത് അവിടെ വെച്ച് കട്ട് ചെയ്തു. എന്നിട്ട് ഈ സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ പെയിൻറ്റർമാർ റോളർ ഉപയോഗിച്ച് ബ്രഷ് ചെയ്യാനായിട്ട്, അതായത് പെയിൻറ്റ് ചെയ്യാനായിട്ട് ഈ ഹൈറ്റിലൊക്കെ പെയിൻറ്റ് അടിക്കുന്ന സമയത്തെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റിക്ക് ഉണ്ട്, അതായത് നമ്മുടെ കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇത് ഏകദേശം 500 രൂപ താഴെയാണ് ഈ ഒരു സ്റ്റിക്കിൻ്റെ വില വരുന്നത്. ഞാനിത് ഇതിന് മുമ്പ് വാങ്ങിച്ചാണ്, 2-3 വർഷത്തിന് മുമ്പേ വാങ്ങിച്ച ഒരു സ്റ്റിക്കാണ്. അപ്പോൾ അതിനകത്താണ് ഞാൻ ഈ ഒരു സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സോളാർ പാനലിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ 2 മീറ്റർ 28 സെൻറ്റിമീറ്റർ ആണ്, അല്ലെങ്കിൽ 2 മീറ്റർ 30 സെൻറ്റി. ആ ഒരു നീളത്തിൽ നമുക്ക് ഒരു സൈഡിൽ നിന്നാൽ നമ്മുടെ സോളാർ പാനൽ ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് 1 മീറ്ററായിട്ട് നമുക്ക് ചുരുക്കിയെടുക്കാം, അതായത് 2 മീറ്ററായിട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു മെത്തേഡിലേക്ക് ഈ ഒരു മോപ്പ്, അപ്പോൾ ഈ ഒരു മോപ്പ് ഇതിനകത്ത് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുപാട് വെയിറ്റ് കൊടുക്കാതെ, അതായത് ഫ്ലാറ്റായിട്ടുള്ള വീതിയുള്ള മോപ്പുകളൊക്കെ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. പക്ഷേ ആ ഒരു മോപ്പ് കുതിർത്ത് വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് വെള്ളമോ എന്തെങ്കിലുമൊക്കെ ഇത് പിടിച്ച് വരുമ്പോഴത്തേക്ക് വെയിറ്റ് കൂടുതലാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ലൈറ്റായിട്ടുള്ള ഒരു മോപ്പ്, നമ്മുടെ സാധാരണഗതിയിലൊക്കെ ഉപയോഗിക്കുന്ന മോപ്പ്. അതുപോലെ ഇത് പ്യൂർ കോട്ടനാണ് ഈ തുണി. അതുപോലെ തന്നെ ഇതിനകത്ത് ഈ നമ്മുടെ സോളാർ പാനലിൻ്റെ മുകളിൽ കാഷ്ടമൊക്കെ വന്നിരിക്കുന്ന സമയത്ത് നമുക്കൊന്ന് ഉരച്ച് കഴുകുന്നത്, അതായത് ചെറുതായിട്ടൊന്ന് ഉരച്ച് കഴുകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ ഇത് 2 പൈപ്പാണ്, ഒന്ന് ഉള്ളിൽ കയറിയും ഒന്ന് പുറമേ. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഉള്ളിലോട്ടും പുറന്നോട്ടും ഒക്കെ വലിക്കാം. അതുപോലെ തന്നെ ഏത് പൊസിഷനാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് വലത്തോട്ട് തിരിച്ച് മുറുക്കി കഴിഞ്ഞാൽ അത് ആ ഒരു ലെങ്തിൽ നമുക്കിരിക്കും. ഇപ്പം നോർമലി വരുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ 1 മീറ്റർ 10 സെൻറ്റിമീറ്റർ നീളത്തിലൊക്കെയാണ് ഈ ഒരു ഇത് വരുന്നത്. ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് 2 മീറ്റർ നീളമായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ ഒരു സ്റ്റിക്ക് വാങ്ങിച്ചിട്ട് പഴയ ഒരു മോപ്പോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതിയ മോപ്പുകൾ, അതായത് നല്ല മോപ്പായിരിക്കണം, സോ പാനലിൽ കംപ്ലൈൻറ്റ് വരാത്ത രീതിയിൽ ഇതേപോലെ തന്നെ സെറ്റ് ചെയ്ത് ഈ ഒരു സ്റ്റിക്ക്, ഈ വെളിയിലിരിക്കുന്ന പൈപ്പ് നമ്മൾ ഇടത്തോട്ട് കറക്കുകയെന്നുണ്ടെങ്കിൽ ലൂസാവും. അപ്പോൾ ഇതിനുള്ളിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ത്രെഡ് ടൈറ്റ് ആവാനുള്ള ഒരു മെറ്റീരിയൽ അതിനകത്തുണ്ട്. അപ്പോൾ അത് കാരണമാണ് ഇത് ടൈറ്റ് ആയിട്ടിരിക്കുന്നത്. ഇതിങ്ങനെ നമ്മൾ പുറന്നോട്ട് നീക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള നീളം, അതായത് നമുക്ക് ചെറിയ 1 മീറ്റർ നീളം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ. ഇപ്പം ഞാനിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സൈറ്റിലും ക്ലീൻ ചെയ്യാനായിട്ട് പോകുമ്പോൾ ഇത് ചുരുക്കി പിടിച്ചിട്ട് 1 മീറ്റർ എൻ്റെ ബൈക്കിൻ്റെ സൈഡിലേക്ക് മോപ്പ് ജസ്റ്റ് ഒരു കവറിനകത്ത് കെട്ടി സൈഡിൽ ഒതുക്കി വെച്ചിട്ട് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ബൈക്കിൻ്റെ സൈഡിലേക്ക്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതുമായിട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മുടെ സൈറ്റിലൊക്കെ പോയിട്ട് ഇതുപോലെ എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് വളരെ സൗകര്യമാണ്. കാരണം കസ്റ്റമറിലേക്ക് നമുക്ക് മോപ്പ് ചോദിക്കേണ്ട കാര്യമില്ല. നമ്മളുടെ മോപ്പ് നമ്മൾ ഈ സെറ്റപ്പിലേക്ക് കൊണ്ടുപോകുക, ഒരു ശാല ഹാൻഡ് വാഷ് എടുക്കുക, ഒരു ബക്കറ്റും മഗ്ഗും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളവിടെ അവരുടെ വാട്ടർ ടാങ്കിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ഒന്ന് നനച്ച് ഇതുപോലെ തന്നെ ശകലം ഹാൻഡ് വാഷും കൂടെ ഉപയോഗിച്ച്, ഒരുപാട് ഇതായിട്ടുള്ള നീറുന്ന ടൈപ്പുള്ള ലിക്വിഡൊന്നും ഉപയോഗിക്കാതിരിക്കുക. ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും ഷാമ്പുവോ അതുതന്നെ ഹാൻഡ് വാഷോ അങ്ങനെയൊക്കെ ഉള്ള ഉപയോഗിച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാനൽ പെർഫെക്റ്റ് ആയിരിക്കും, പ്രൊഡക്ഷൻ നല്ലതാവും. അപ്പോൾ ഇത് എല്ലാ പെയിൻറ്റ് കടകളിലും ഈ ഒരു സ്റ്റിക്ക് മിക്കവാറും ഉള്ള എല്ലാ പെയിൻറ്റ് കടകളിലും ലഭ്യമാണ്. ഇത് നിങ്ങൾക്ക് 500 രൂപ താഴെ മാത്രമേ ഇതിന് വില വരുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒരെണ്ണം സെറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല, അതായത് അത് വാങ്ങിച്ചിട്ട് ആ സൈഡിൽ 2 കൂടെ സ്ക്രൂ ചെയ്ത് വെച്ചാൽ മതി, ഇല്ലെങ്കിൽ നട്ട് ബോൾട്ട് ഇട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ജോയിൻ്റ് ആയിട്ട് അവിടെ ഇരുന്നോളും. അപ്പോൾ നമുക്ക് നമ്മുടെ ഉപയോഗങ്ങൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് നടക്കും. സാധാരണഗതിയിലുള്ള നമ്മുടെ മോപ്പിനൊക്കെ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ അല്ലെങ്കിൽ 1.10 1.4 വരെയൊക്കെ നമുക്ക് നീളങ്ങൾ മാക്സിമം വരാറുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെയധികം ഉപകാരപ്രദമാണ്, എവിടെ വേണമെങ്കിലും കൊണ്ടുപോവുകയും ചെയ്യാം. അതുപോലെ തന്നെ ഊരിയെടുക്കണമെങ്കിൽ ഊരിയെടുക്കുക, ആ രീതിയിലാണ് ഈ ഒരു സെറ്റപ്പ്. രീതിയുള്ള മോപ്പല്ല, ഞാനിത് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ് ഇതുപോലൊരു സെറ്റപ്പിൽ മോപ്പ് ഉപയോഗിക്കുന്നത്. എനിക്ക് കംഫർട്ടബിൾ ഇതാണ്, ഈ ഒരു മോപ്പാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു മോപ്പ് സെറ്റ് ചെയ്തുകൊണ്ട് ഇതാണ്ട് ഇതൊരു 3 കിലോ വാട്ടിൻ്റെ 6 പാനൽ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിച്ച് നമ്മൾ
ഈ ഒരു രീതിയിൽ ഈ ഒരു മോപ്പ് വെച്ചിട്ട് ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് മൊത്തം ഡസ്റ്റ് ഉണ്ട്, ഇതിനകത്ത് ഡസ്റ്റും അതുപോലെ തന്നെ പക്ഷികളുടെയൊക്കെ കാഷ്ടങ്ങൾ. പക്ഷികൾ കറക്റ്റായിട്ട് വന്ന് കക്കൂസി പോകുന്നത് ഇതിൻ്റെ മുകളിലായിരിക്കും കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങളുടെ പാനലിൻ്റെയൊക്കെ മുകളിൽ കയറി നോക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അത് കാഷ്ടിച്ച് വെക്കും. നമ്മളിത് ക്ലീൻ ചെയ്യുന്നതിൻ്റെ പിറ്റേന്ന് തന്നെ അവനെ അതിനകത്ത് സാധിച്ചു നോക്കും. അപ്പോൾ ഈ ഒരു സോളാർ പാനലിൻ്റെ മുകളിൽ കണ്ടോ, ഇതൊക്കെ കാഷ്ടിച്ച് വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോസും വീഡിയോസും ഒക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു മോപ്പ് സെറ്റ് ചെയ്ത് വെച്ച് അല്പം ഹാൻഡ് വാഷും കൂടെ സെറ്റ് ചെയ്ത് വെച്ച് ഇതൊന്ന് വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്താൽ നമ്മുടെ റിയൽ ആയിട്ടുള്ള പ്രൊഡക്ഷൻ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് കണ്ടോ, ഇതൊക്കെ ക്ലീൻ ആക്കിയ ഒരു വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാവരും പാനൽ വൃത്തിയായിട്ട് സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി.